ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ ഈ വാട്ടർ ബോഡി ജസ്റ്റ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ക്രോക്കഡൈൽസ് ഒക്കെ ഉള്ള വെള്ളം ആയതുകൊണ്ട് ഞങ്ങളും കൂടി ക്ഷമിച്ചു കേട്ടോ. പിന്നെ പെർ പേഴ്സൺ 1 റിങ്കറ്റ് ഇവർ ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സൈഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ജെട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റേഴ്സ് ആണ് കാണുന്നത്. ലൈക്ക് സ്റ്റീപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞ് പിന്നെ ഒരു കയറ്റം അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ക്രിക്കറ്റ്സിൻ്റെ ഒച്ച വെക്കുന്നുണ്ടോ ഗൈസ്? കുറേ ക്രിക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ലൈം സ്റ്റോൺ കേവാണ്. എഡിബിൾ ബേർഡ് നെസ്റ്റും പ്രീ ഹിസ്റ്റോറിക് മാൻ ആൻഡ് ദ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ഫ്രം ദ ടോപ്പ് ഓഫ് മൗണ്ടൻ സുബീസ്, ദ ഹയസ്റ്റ് പീക്ക് ഓഫ് സുബീസ് ലൈം സ്റ്റോൺ. സ്ലിപ്പറി പാത്താന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. അതേപോലെ തന്നെ കുറച്ച് വഴുക്കലുണ്ടെന്ന് തോന്നുന്നു. ആരും ഇല്ല, ചിലപ്പോൾ അവരൊക്കെ നടന്ന് മുന്നിലെത്തിയിട്ടുണ്ടോ. ഇത് ലൂസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വാണിംഗ്, സൂക്ഷിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ താഴെ വെള്ളവും ഇങ്ങനെ ചെറിയ നീർച്ചാലുകൾ ഒഴുകുന്നുണ്ട് കേട്ടോ. സീ ദ ബ്യൂട്ടി ഗൈസ്. എൻ്റെ അമ്മേ, സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ കുത്തനെ കയറണം. അതിന് വലിയൊരു മരമുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കാടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. ലൈക്ക് ഒരു അൺടച്ച്ഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ വലിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവർ. ടു ഗ്രേറ്റ് കേവ് 2.6 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഗ്രേറ്റ് കേവിൻ്റെ മുന്നിൽ വേറൊരു കേവ് ഉണ്ട്. നോക്കിപ്പോണോ. ഇവിടെ ഇങ്ങനത്തെ കുറേയൊക്കെ പാലങ്ങളുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ കാടാണ്. ഭയങ്കര കാടാണ്, ചെറിയ കാടല്ല. എന്തെല്ലോ ഇഴജന്തുക്കളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ക്യാമലിയോണിനെ കണ്ടു, മറ്റേ ഒരു വലിയ ലിസാർഡില്ലേ അതിനെ കണ്ടു. പിന്നെ കാട്ടിൽ കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ആർത്രോപോഡ്സ് ഒക്കെ ഇല്ലേ, പിന്നെ അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ട്. ആർത്രോപോഡ്സ്. പലകളൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിലൊക്കെ കണ്ടില്ലേ, ഇതൊന്നും എന്താ പറയുക, ഫുൾ അതിൻ്റെ സൈഡ്സിലൊക്കെ ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്, പായലും ആ സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മൾ എത്താൻ പോകുന്ന കേവ് എന്ന് പറയുന്നത് എന്തായിരുന്നു മറന്നു കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. 3 കേവ്സ് ഉണ്ട് ഇവിടെ. ഓരോന്നും ഓരോ സർട്ടൺ ഡിസ്റ്റൻസിലാണ്. അപ്പം ആദ്യം നമ്മളൊരു കേവിൽ പോകും. നമ്മൾ ഫസ്റ്റ് ട്രേഡേഴ്സ് കേവിലേക്കാണ് പോകുന്നത്. മരം കണ്ടോ ഗൈസ്, ഹ്യൂജ്. വീണ്ടും ഒരു പാലം. ഇവിടെ സർട്ടൺ ഡിസ്റ്റൻസിൽ ഇതേപോലത്തെ കുറേ പാലങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പാലവും റിപ്പീറ്റേഷൻ ആയിട്ട് ഇട്ടിട്ടില്ല. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇത്രയും നേരം നടന്നിട്ടാണ് നമ്മൾ കുറച്ച് മനുഷ്യന്മാരെ കണ്ടത് ഗൈസ്. നടന്ന് മടക്കുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ സൈഡിൽ ഇതേപോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ വേര് കണ്ടോ? ഇതെന്ത് വേരാണത്? ഈ മരമാണത്. ഒരു ഹാഫ് ട്രയാങ്കിൾസ് ഇങ്ങനെ വെച്ച പോലെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇവിടെയൊക്കെ ഈ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ
ആൻഡ് പാറക്കഷ്ണങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് വളരുന്ന മരങ്ങളാണ്. ഇവിടെ കണ്ടോ, ആ കേവിൻ്റെ ആ ഒരു ഇത് ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെള്ളവും കേവും, ആ കേവ്സിൻ്റെ മുകളിലായിട്ട് കുറേ മരങ്ങളും. ഗൈസ്, ദിസ് ഇസ് ടോട്ടലി അമേസിങ്. അമേസിങ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഗൈസ്. ഒന്നും നോക്ക്, ശരിക്കും ഭയങ്കര ഒരു കാടാണ്. വള്ളികളും ഇത് കഴിയുന്നില്ല ഗൈസ്, കുറേ ഉണ്ട് കേട്ടോ. ആൻഡ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇപ്പം എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്സും നമ്മൾ നോക്കണം. ഓൾസോ ഫോൺ അതൊക്കെ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട്. താഴെ പോയാൽ കിട്ടൂല. ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, സെൻട്രലിലൂടെ നടക്കുന്നത്. And you're totally enjoying it. ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു സൈൻ ബോർഡ്. സ്നെയിൽ ഉണ്ടാവുന്നു, ഡു നോട്ട് ട്രാമ്പിൾ ഓൺ us. ക്യൂട്ട്. ഞാനിതുവരെ ഒരു കാടിൻ്റെ നടുവ് കൂടെ ഇത്രയും നടന്നു പോയിട്ടില്ല. ഓൾസോ വിത്തൗട്ട് ലൂസിങ് ദാറ്റ് കാട് വൈബ്സ്. കണ്ട അവിടെയൊക്കെ നമുക്ക് ആ കേവും ആ പുഴയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതുവരെ നമ്മൾ ആദ്യത്തെ കേവ് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയും നേരം നമ്മൾ ഒരാളും ബഹളവും ഇല്ലാണ്ട് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലാത്ത സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ബട്ട് ഹിയർ ആർ സം ബഡീസ് മേക്കിംഗ് ദെയർ ലിവിങ് ഔട്ട് ഓഫ് ദിസ് ടൂറിസ്റ്റ് പ്ലേസ് ഗൈസ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നടുവിൽ ഇങ്ങനെ ചെറുകിട വ്യവസായം, ചെറിയ ഡ്രിങ്ക്സും സ്നാക്സൊക്കെ കൊടുക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ ഒരു കേജ്ഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. ഐ തിങ്ക് വി ഹാവ് റീച്ച് ദ ഗ്രേറ്റ് കേവ്. എല്ലാവരും കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. Finally, we are reaching the great caves. സോറി, നമ്മൾ ഗ്രേറ്റ് കേവിന് മുന്നേ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ട്രേഡേഴ്സ് കേവിലേക്കാണ്. ആൻഡ് ദിസ് ഇസ് എ ലൈംസ്റ്റോൺ കേവ്. ആസ് ഐ ഹവ് ഓൾറെഡി സെഡ്, യു മസ്റ്റ് ബി നോയിങ് ഹൗ എ കേവ് ഇസ് ഫോംഡ് ഔട്ട് ഓഫ് ദ ലൈംസ്റ്റോൺ ഡെപ്പോസിഷൻസ് ആൻഡ് ഓൾ. അതിനെ പറ്റിയിട്ടൊക്കെ കുറേ ഉണ്ട് പറയാൻ. ആൻഡ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ 2 കേവ്സൊക്കെ കാണിച്ചു തരാം. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് വൺ, താങ്ക് യു ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ ബൈ ബൈ.